Hi all, this is Meera. Welcome back to our channel High School Maths PSC. ഇന്ന് നമ്മൾ RRB previous year maths questions ആണ് നോക്കുന്നത്. എന്തൊക്കെയാണ് questions എന്ന് നോക്കാം. First question നോക്കാം. The smallest cubic number that is divisible by 15, 25 and 40 is option 27,000, option B 64,000, option C 1,000, option D 8,000. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും ചെറിയ ക്യൂബിക് നമ്പർ, ആ നമ്പറിനെ ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, 15, 25, 40. ഈ നമ്പേഴ്സ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും റിമൈൻഡർ ശിഷ്ടമില്ലാതെ ശേഷം ഹരിക്കാൻ പറ്റണം. അപ്പോൾ ഒന്നുകിൽ എന്താണ് ഈ ഓപ്ഷനിൽ നിന്ന് ആദ്യത്തെ ചെറിയ നമ്പർ എടുത്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കി, അങ്ങനെ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് ചെയ്യണം. അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കറിയാം 3 നമ്പേഴ്സ് ഏതൊക്കെയാണ്, 15, 25, 40. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഞാൻ എഴുതുകയാണ്. ഇത് എത്രയാണ്? 5 × 3 ആണ് 15, 5 × 5 ആണ് 25. ഇത് നമുക്കറിയാം 8 × 5 ആണ് 40. ഇതെല്ലാം എന്താണ്? പ്രൈം ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. ഇപ്പം 5 ഒരു പ്രൈം നമ്പർ ആണ്. ഈ 8നെ എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 × 2 2 × 2 4, 4 × 2 8. ഇതാണ് ഫാക്ടേഴ്സ്. ഇനി ഞാൻ നോക്കുന്നത് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 3 നമ്പറിലുള്ളത് 5 ഉണ്ട്. ആ 5 എണ്ണം എടുത്തു. ബാക്കി ഇനി ഒന്നും കോമൺ ആയിട്ടില്ലല്ലോ, അതെല്ലാം എടുത്തു. 3 ഇവിടുന്ന് 5 എടുത്തു, ഇവിടുന്ന് 2 × 2 × 2. ഈ എഴുതിയിരിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പേഴ്സ് എഴുതി അതിൻ്റെ LCM കാണത്തില്ലേ, ആ LCM കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി നോക്കിയേ, ഈ തന്നിരിക്കുന്ന ഈ ഫാക്ടേഴ്സിനകത്ത്, ഈ ഘടകങ്ങൾക്കകത്ത് ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് ക്യൂബിക് നമ്പറാണ്. ക്യൂബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ 3 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ ഇപ്പം നോക്കിയാൽ 2ൻ്റെ കേസിൽ 3 2 ഉണ്ട്, 2 × 2 × 2 ഉണ്ട്. 5ൻ്റെ കേസിൽ 1 2. ഇനി എന്താണ്? ഒരു 5 കൂടി വരണം. അപ്പം നമ്മൾ ഒരു 5 കൂടെ കൊടുത്തു, അപ്പം 3 5 ആയി. ഇനി അതുപോലെ തന്നെ 3ൻ്റെ കേസിൽ നോക്കിയേ, ഇത് 1 ഉള്ളൂ. ഇനി നമ്മൾ എന്താണ്? 2 3 കൂടെ കൊടുത്തു. ഇപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ക്യൂബിക് നമ്പർ ആയില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, ഇതിലേതാണ് ഈ നമ്പർ നോക്കാം. അതിനൊരു ഈസി മെത്തേഡ് എന്താണ്? 5 × 2 10, 5 × 2 10, 5 × 2 10. അപ്പോൾ എത്രയായി? 1000 ആയി. ഇനി ഉള്ളത് 3ൻ്റെ ക്യൂബാണ്. 3ൻ്റെ ക്യൂബ് 27 ആണ്. 27 × 1000 എത്ര വരും? 27,000. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ നമ്പേഴ്സിൻ്റെ LCM കാണും. LCM കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഘടകങ്ങൾ നമുക്ക് കിട്ടും. അതിനെ ഇവിടെ ക്യൂബിക് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഓരോ ഘടകത്തെയും 3 പ്രാവശ്യം കിട്ടത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. ഇനി ഇവിടെ സ്ക്വയർ നമ്പറാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്താണ് ഒരു ചേഞ്ച് വരിക? ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ എത്ര ടൈംസ് ആക്കണം? 2 പ്രാവശ്യം ആക്കണം. ഇവിടെ ഇപ്പം ക്യൂബിക് ആയതുകൊണ്ട് 3 ടൈംസ് ആക്കി. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 27,000. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Sanju has rupees 940 in the form of coins. 40% of the coins are 5 rupee coins, 20% of the coins are 10 rupee coins, 30% are 2 rupee coins, and the remaining are 1 rupee coins. What is the number of 5 rupee coins? Options 20, 25, 35 and 40. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ കയ്യിൽ 940 രൂപയുണ്ട്. അത് കോയിൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. 5 രൂപ കോയിൻ, 10 രൂപ കോയിൻ, 2 രൂപ കോയിൻ, 1 റുപ്പി കോയിൻ. ഇനി അത് എത്ര % ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര % എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസിനെ ഞാൻ X ആയിട്ട് എടുത്തു. ആ Xന്റെ 40% എന്ന് പറയുന്നത് 5 രൂപ കോയിനാണ്. Xന്റെ 20% എന്ന് പറയുന്നത് 10 രൂപ കോയിൻ, 30% എന്ന് പറയുന്നത് 2 രൂപ കോയിൻ. റിമൈനിങ് ആയിട്ട് എത്ര %, എത്ര ശതമാനം ഉണ്ടോ അതാണ് 1 റുപ്പി കോയിൻ. അതെങ്ങനെ കണ്ടെത്തും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 40 + 30, 70 + 20, 90 വന്നു. 90% ഇത്രയും. ഇതെന്ന് പറഞ്ഞാൽ 100%. 100ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് എന്താണ്? 10%. ഈ 10% എന്ന് പറയുന്നതാണ് 1 റുപ്പി കോയിൻ. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്, അതായത് നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന ഈ 5 റുപ്പി കോയിൻ ആണ്. പക്ഷെ നമുക്ക് ഈ X കണ്ടെത്തിയാലല്ലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം നമ്മളോട് പറയാണ് 4 കോയിൻസ് ഉണ്ട് 5 രൂപയുടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്? 5 × 4 20 ഉണ്ട് അല്ലേ? 5 രൂപയുടെ അല്ലെങ്കിൽ 5 റുപ്പി കോയിൻ എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ടെങ്കിൽ 5 × 4 20 രൂപയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേ രീതിയിൽ നമ്മൾ ഇനി എമൗണ്ട് കണ്ടെത്താൻ പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ Xന്റെ 40% ആണ് നമ്പർ എന്നറിയാം. അതേ × 5 ആണ് ആ റുപ്പീസ്. അപ്പോൾ ഇവിടെ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. 5 × 40 എത്ര വരും? 200. 200/100 2 വരും. അപ്പം 2x റുപ്പീസാണ് 5ൻ്റെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പറയാൻ പറ്റും 200 × 10 എത്ര വരും? 20 × 10 200 ആണ്. 200/100 വരുമ്പം 2x ആണ് ഇവിടുത്തെയും റുപ്പി. ഇനി ഇവിടെ നോക്കിയാൽ 30 × 2 60, 60/100 വരുമ്പോൾ 0.6x ആണ് ഇവിടുത്തെ റുപ്പീസ് എന്ന് പറയാം. ഇനി 10 × 1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ പറയാൻ പറ്റും 0.1x ആണ് ഇവിടുത്തെ റുപ്പീസ്. അപ്പോൾ ഇതെങ്ങനെ എഴുതിയെന്ന് ഡൗട്ട് കാണും. അപ്പോൾ ഞാൻ പറയാം
40% എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എക്സിൻ്റെ 40%, എക്സ് ഇൻറ്റു 40/100. ഇതെന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 4 എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞതാണ് എക്സിൻ്റെ 40% എന്ന് പറയുന്നത്. ഇനി 5 രൂപ കോയിൻ അല്ലേ, അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഇൻറ്റു 5 ചെയ്തു. ഇവിടെ എത്ര വരും? 5 × 4, ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. 5 × 4 20/10 എക്സ് എന്ന് വന്നു. 0 ക്യാൻസൽ ആയി 2x അല്ലേ, അപ്പോൾ ഇതാണ് ഇവിടെ 2x എന്ന് പറഞ്ഞത്. ഇതേ രീതിയിൽ തന്നെ ഇവിടെ 20% എന്ന് പറയുമ്പോൾ ഈ 20-ന് പകരം ഇവിടെ 20 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? അവിടെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും, അപ്പോൾ 2x എന്ന് വരും. അതുപോലെ തന്നെ 30-ൻ്റെ കേസ്, അപ്പോൾ ഇനി ഡൗട്ട് ഉള്ളത് ഇവിടെ ആയിരിക്കും. എക്സിൻ്റെ 30% ഇൻറ്റു 2 വന്നു. 0 ക്യാൻസലായി. 3 × 2 6 വന്നു. 6x/10 എന്നാണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാനിവിടെ ഒരു പോയിന്റ് ഇട്ടെന്നേ ഉള്ളൂ. ഇവിടെ നോക്കി ഇത്രയുമാണ് എമൗണ്ട് എന്ന് കിട്ടി. ഇവയെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്? ടോട്ടൽ 940 റുപ്പീസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 940 ആണ്. 2 + 2 4 4 പ്ലസ് 0.6ഉം 0.7ഉം 0.1ഉം കൂടെ ആഡ് ചെയ്താൽ 0.7 ആണ്. അപ്പം 4.7 വരും. അപ്പോൾ 4.7x = 940 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? 940 ÷ 4.7 വരും. ഇവിടെ ഇപ്പം ഒരു പോയിന്റ് മാറ്റേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു 10 ഇട്ട് കൊടുത്ത് ഇവിടെ 47 ആയി. 47 × 2 ആണ് 94. 20 × 10 എന്ന് പറഞ്ഞാൽ 200 വന്നു. അപ്പം നമുക്കിവിടെ കിട്ടിയത് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 200 എന്ന് കിട്ടും. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 റുപ്പി കോയിൻസ് എത്ര ഉണ്ടെന്ന്. 200-ന് 40%. 200-ൻ്റെ 200 എന്ന് പറഞ്ഞാൽ 100%ആണ്. 10% 20 ആണ്. അതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 2 8 80 കോയിൻസ് ആണുള്ളത്. ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇല്ല. ഇവിടെ 5 റുപ്പി കോയിൻസ് 80 എണ്ണമാണുള്ളത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് പറയാം. നമ്മളോട് തന്നിരിക്കുന്നത് 940 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എക്സ് എന്ന് എടുത്തു. എക്സിൻ്റെ 40% 5 റുപ്പി കോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് 2x ആണ് എമൗണ്ട് എന്ന് കിട്ടി. ഇതുപോലെ തന്നെ ഈ ഓരോ കേസിലും നമ്മൾ 2x 0.6x 0.1x ഇവയാണ് റുപ്പീസ് എന്ന് കണ്ടെത്തി. ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 940 ആണ് കിട്ടുന്നതെന്ന് നമുക്ക് ടോട്ടൽ എമൗണ്ട് അറിയാം. ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4.7x വരും. 4.7x = 940. ഇതിനെ സോൾവ് ചെയ്താൽ മതി 200 കിട്ടും. അപ്പോൾ 200 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ്. 5 റുപ്പി കോയിൻസ് വെച്ചിട്ട് ഇതിനെ 40% കണ്ടെത്തി. ഇനി 2 റുപ്പി കോയിൻസ് ആണെങ്കിൽ 200-ന്റെ 30% കണ്ടെത്തിയാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. The price of a mobile phone with 7% profit is 17,334. How much less will a customer pay if the profit is reduced to 5%? Options 306, 324, 347, 352. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മൊബൈൽ ഫോണിൻ്റെ 7% ലാഭത്തോട് കൂടിയ വില നമുക്ക് തന്നിട്ടുണ്ട് 17,334. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ എത്ര രൂപ കുറച്ച് പേ ചെയ്താൽ മതി ഈ പ്രോഫിറ്റ് 7% എന്നുള്ളത് 5% ആക്കി കുറച്ചാൽ. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ യഥാർത്ഥ വില എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? 100% ആണ്. ഇനി ഇതിൻ്റെ 7% പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്രയായി? 107%. 107% എന്ന് പറഞ്ഞാൽ 107/100. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ എമൗണ്ട് 17,334 എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ 107%. പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് 100-ൻ്റെ കൂടെ 7 ആഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ എക്സ് എന്ന് പറയുന്നത് 17,334 ഇതിവിടെ വരുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലായി 100/107 ആയി. ഇതാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ യഥാർത്ഥ വില. ഇനി നമ്മളോട് പറഞ്ഞത് ഈ 7% എന്നുള്ളത് 5% ആക്കി കുറച്ച് കഴിഞ്ഞാൽ എത്ര കുറച്ച് പേ ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ വാങ്ങിക്കുന്ന ആൾ. അപ്പം 7-ഉം 5-ഉം 7%, 5% എന്ന് പറയുമ്പോൾ ഇതിനിടയിലെ വ്യത്യാസം എത്രയാണ്? 2%. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വിലയുടെ 2% നമ്മൾ കണ്ടെത്തിയാൽ മതി. അതായിരിക്കും ആൻസർ. ഇതല്ലേ മൊബൈൽ ഫോണിൻ്റെ വില. അപ്പോൾ അതിൻ്റെ 2% എന്ന് പറയുമ്പോൾ 2/100. 100 ക്യാൻസലായി. 107-നെ 17,334 കൊണ്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 17,334 / 107. 173 1 ടൈം ആണ്. ഇവിടെ 107 വന്നു. 13-ന് 7 മൈനസ് ചെയ്ത് 6 വന്നു. ഇവിടെ റിമൈനിങ് 6 ആണുള്ളത്. 3 വന്നു. അപ്പോൾ 107 × 6 ചെയ്ത് നോക്കാം. 7 × 6 42, 4 വന്നു, 6 വന്നു. ഇവിടെ 1 വന്നു. ഇവിടെ 2 വന്നു, 4. 214 107-ന്റെ ഇരട്ടിയാണ്. അപ്പോൾ ഇവിടെ 2 വന്നു, 0 വരും. അപ്പോൾ ഇവിടെ 162 ആണ് വരിക. ഈ 162 × 2 ചെയ്താൽ മതി. 162 × 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി. ഇവിടെ 4 1 ഇവിടെ 324. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ.
നമുക്കറിയാം മൊബൈൽ ഫോണിൻ്റെ വില 100% എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുത്തു. ഇതിൻ്റെ പ്രോഫിറ്റ് വരുമ്പോഴത്തേക്ക് 100ൻ്റെ കൂടെ 7 ആഡ് ചെയ്ത് 107 107% അറിയാം. അപ്പോൾ എക്സിൻ്റെ 107% ഈ വിലയും തന്നു കഴിഞ്ഞാൽ ഈ യഥാർത്ഥ വില കാണാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോഴത്തേക്ക് റെസിപ്രോക്കൽ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ യഥാർത്ഥ വിലയുടെ 2% ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അതെന്തുകൊണ്ടാണ്? 7% 5% ആ പ്രോഫിറ്റ് ആക്കി കുറച്ച് കഴിഞ്ഞാൽ 7% എന്ന് പറഞ്ഞ പ്രോഫിറ്റ് വിൽക്കുന്നത് 5% കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപ എന്നാണ്. അപ്പോൾ ഈ മൊബൈലിൻ്റെ യഥാർത്ഥ മൊബൈൽ ഫോണിൻ്റെ വിലയുടെ 2% കണ്ടെത്തിയാൽ മതി. അതാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് 324 രൂപ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ വാല്യൂ ദാറ്റ് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. If a plus b plus c is equal to 0, then aq plus bq plus cq is equal to question mark into abc. Options 1, 2, 3, 4. അപ്പോൾ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനകത്ത് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണോ, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ. ഇവിടെ നോക്കിയേ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 0 തന്നിട്ടുണ്ട്. കണ്ടെത്തുന്നത് എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ ആണ്. ഈ എക്സ്പ്രഷൻ അറിയാമെങ്കിൽ ആൻസർ ഈസിയാണ്. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി പ്ലസ് 3abc. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ്, 3 ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞ് 0 തന്നിട്ടുണ്ട്. ഇതേ ഇൻറ്റു ഇത് എന്ത് തന്നെ വന്നാലും ആ ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ? 0 ആയിപ്പോകും. അപ്പോൾ ഈ ടേംസ് എല്ലാം ഇത്രയും എന്താണ് 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ വരിക 0 പ്ലസ് 3abc എന്നാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് എവിടെയാണ്? എ ബി സിയുടെ കൂടെ വരുന്ന ഈ കോഎഫിഷ്യൻ്റ് ഏതെന്നാണ് കണ്ടെത്തേണ്ടത്? 3 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Charlie and Lola can do a work together in 20 days. They work for 15 days and Lola left. Charlie finished the remaining work in 12 days. Find in how many days Charlie will be able to finish the full work alone. Options 5, 17, 32, 48. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. 2 പേരുണ്ട്, ചാർലിയും ലോല. അവർ 2 പേരും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് ആ വർക്ക് തീർക്കാൻ പറ്റുമെന്നാണ് പറയുക. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ചാർലിയും ലോലയും കൂടെ വർക്ക് ചെയ്താൽ 20 ദിവസം കൊണ്ടൊരു വർക്ക് തീരുമെന്നാണ്. അവരുടെ എഫിഷ്യൻസി 1/20 ആണ്. അതായത് ഒരു ദിവസം അവർക്ക് 1/20 ഓഫ് ആ വർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ എഫിഷ്യൻസി കിട്ടി. They work for 15 days and Lola left. Charlie finished the remaining work in 12 days. അപ്പോൾ ഇതാണ് ആ ഫുൾ വർക്ക് എന്ന് വെക്കുക. ഇവിടെ പറഞ്ഞത് ആദ്യത്തെ 15 ദിവസം 15 ഡേയ്സ് എന്ന് പറയുന്നത് ചാർലിയും ലോലയും കൂടെ 2 പേരും കൂടെ വർക്ക് ചെയ്തു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ലോല പോയി. ബാക്കി ഇനിയുള്ള ജോലി എന്ന് പറയുന്നത് 12 ദിവസം കൊണ്ട് ആര് ചെയ്തു തീർത്തു? ചാർലി ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഫൈൻഡ് ഇൻ ഹൗ മെനി ഡേയ്സ് ചാർലി വിൽ ബി ഏബിൾ ടു ഫിനിഷ് ദ ഫുൾ വർക്ക് അല്ലോ. അപ്പോൾ ഈ ചാർലി ഈ ഫുൾ വർക്കും ചെയ്ത് തീർക്കാനായിട്ട് എത്ര ദിവസം ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. അതായത് ചാർലിയുടെ എഫിഷ്യൻസി കണ്ടെത്തിയാൽ പോലെ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞത്, അതായത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. ഈ കാര്യം ഓർത്തിരുന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യത്തെ നമുക്ക് നോക്കാം ഈ 15 ദിവസത്തെ കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി എന്താണ്? ഇവിടെ 2 പേരോടാണ് വർക്ക് ചെയ്തത്. ആ 2 പേരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/20 ആണ്. എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 2 പേരോട് വർക്ക് ചെയ്തത് 15 ദിവസം. അപ്പം നമുക്ക് വർക്ക് ഡൺ കണ്ടെത്താൻ പറ്റും. 5 × 3 15, 5 × 4 അതായത് 4/3, അതായത് 3/4 വർക്ക് തീർത്തു. ഇത് ഫുള്ളും ഒരു വർക്ക് ആണെങ്കിൽ അതിൻ്റെ 3/4 വർക്ക് തീർത്തു. ഇനി റിമൈനിങ് ഈ വർക്ക് എന്ന് പറയുന്നത് എത്രയുണ്ട്? ഇത്രയും വർക്ക് എന്ന് പറയുന്നത് 1/4 ഉണ്ട്. 3/4 + 1/4 അല്ലേ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1/4 വർക്കാണ് ഇനി ഉള്ളത്. അത് 12 ദിവസം കൊണ്ട് ചാർലി ഒറ്റയ്ക്ക് തീർത്തു. ഇവിടെയും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയത്തില്ല ചാർലിയുടെ എഫിഷ്യൻസി എത്രയാണ്. അതിന് ഞാൻ 1/c എന്ന് എടുത്തു. ഇൻറ്റു ചാർലി ഇത്രയും ദിവസം എത്ര ദിവസമാണ് വർക്ക് ചെയ്തത്? ആ 1/4 വർക്ക് 12 ദിവസം. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുത്തെ വർക്ക് ഇപ്പം നമുക്കറിയാത് 1/4 ആണ്. ഈ 3/4 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 1/4 വർക്കാണ്. ഇവിടെ നിന്ന് ഞാൻ കണ്ടെത്തുന്നത്, അതായത് 12/c എന്ന് പറയുന്നത് 1/4 ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 12 × 4 48 വന്നു. c × 1 c വന്നു. അതായത് ഇവിടെ നമുക്ക് c എന്ന് പറഞ്ഞാൽ, ഇവിടെ c എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എടുത്തിരിക്കുന്ന ചാർലിയുടെ എഫിഷ്യൻസി ആയിരുന്നു. അപ്പോൾ അത് c എന്ന് പറഞ്ഞാൽ 48 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ചാർലി 48 ദിവസം കൊണ്ട് ആ വർക്ക് തരും. അല്ലെങ്കിൽ ചാർലിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/48 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എത്ര ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 6th question. A sum of money invested for 2 years and 9 months at a rate of 8% simple interest per annum become rupees
915 at the end of the period. What was the sum that was initially invested? Options: option A 725, option B 675, option C 750, option D 700. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ എന്ന് പറയുന്ന അതിൻ്റെ ഇക്വേഷൻ എന്താണ്? I is equal to PNR ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനിഷ്യലി ഈ ഇട്ടിരിക്കുന്ന എമൗണ്ട് പി എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പി ആണ് അറിയാത്തത്, പി ഇവിടെ ഉണ്ട്. ഇനി എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 2 വർഷവും 9 മാസവും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? 2 വർഷം എന്നുള്ളത് കുഴപ്പമില്ല, നമ്പർ ഓഫ് ഇയേഴ്സ്. 9 മാസം എന്നുള്ളത് 9/12. ഒരു വർഷത്തെ 12 മാസമാണ്. 9 മാസം എന്ന് പറഞ്ഞാൽ 9/12. 9/12 എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് മുക്കാലാണ്. അപ്പം 2 വർഷവും 3/4 വർഷവും. ഇതിനെ നമുക്കൊരു മിശ്ര ഭിന്നമാണ്, ഇതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റണം. മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കണം. ഇവിടെ 4 വരും. 4 × 2 8, 8 പ്ലസ് 3 1 11 11/4 വന്നു. ഇവിടുത്തെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 11/4 നമ്മളിവിടെ ചെയ്ത് ഇത്രേ ഉള്ളൂ. 2 വർഷം എന്നുള്ളത് അറിയാം, പിന്നെ 9 മാസം എന്നുള്ളത് 9/12, അത് മുക്കാലാണ്, 3/4. അപ്പം 2 3/4 വർഷം എന്നുള്ളത് ഇത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കി മാറ്റി 11/4. ഇനി റേറ്റ് നമുക്കറിയാം 8% ആണ്, 8/100. ഇനി ഇവിടെ തന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് വേണ്ടത്? ഐ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആണുള്ളത് 915. ഈ 915 നിന്ന് ഈ ഇനിഷ്യൽ എമൗണ്ട് പി മൈനസ് ചെയ്യുന്നതല്ലേ ഇൻട്രസ്റ്റ് എന്ന് പറയുക. അപ്പോൾ 915 മൈനസ് പി എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുക്കേണ്ട. ഇനി ഇവിടെ വെച്ച് ഞാനിത് കട്ട് ചെയ്യുവാണ്. 4 × 2 ആണ് 8. 2 × 11 എന്ത് വരും? 22/100 പി വരും. ഇനി ഈ മൈനസ് പി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? പ്ലസ് പി ആണ്. പ്ലസ് പി എന്ന് പറഞ്ഞാൽ +1 പി ആണ്. ഇസ് ഈക്വൽ ടു 950. ഇവിടെ വെച്ച് ഞാൻ പി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 + 22/100. അതായത് ഇവിടുത്തെ പി എടുത്തു കഴിഞ്ഞാൽ 22/100 ഉണ്ട്, ഇവിടെ +1 ആണുള്ളത്. ഇസ് ഈക്വൽ ടു 950 എന്ന് വന്നു. നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിൽ എന്ത് വരും? 122/100 എന്ന് വരും. കാരണം ഈ 1 എന്ന് പറഞ്ഞാൽ 100/100 ആണ്. 100 + 22 122 വന്നു. 122/100 പി എന്ന് പറയുന്നതാണ് 915. ഇതിൻ്റെ ഈ പീനെ നമ്മളിവിടെ നിർത്തിയിട്ട് 122/100 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അതിൻ്റെ റെസിപ്രോക്കൽ 100/122 എന്ന് വരും. അപ്പോൾ ഇതാണ് പിയുടെ വാല്യൂ. പിയുടെ വാല്യൂ ഇവിടെയാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കാം, 122നെ ഈ 915നെ 122 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരിക 7.5 ആണ്. 7.5 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 യൂസ് ചെയ്യുന്ന ഈ പോയിന്റ് മാറ്റാനാണ്. വീണ്ടും ഒരു 0 ഉണ്ട്. അപ്പോൾ 75 ഒരു 0 കൂടെ വന്നു, 750. ഓപ്ഷൻ സി ആണ് ആൻസർ. 7th question. A school has 850 students. If 44% are Muslims, 28% Hindu, 10% Sikhs, and rest belong to other communities, then what is the number of students belonging to other communities? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആൻസർ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് 143, 133, 163, 153. ആകെ ടോട്ടൽ ഒരു സ്കൂളിൽ 850 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 44% മുസ്ലിംസ് ആണ്, 28% ഹിന്ദുസ് ആണ്, 10% സിഖ് ആണ്. ഇനി നമ്മളോട് ബാക്കിയുള്ളത് അതർ കമ്മ്യൂണിറ്റീസിലാണുള്ളത്. അവർ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫുള്ളും ആഡ് ചെയ്യുക. ഇത് എത്ര വരും? 40, 60, 70, 80, 82. അപ്പോൾ ടോട്ടൽ 82%. ഇത് ടോട്ടൽ ഇതെത്രയാണ്? 100%. ബാക്കിയുള്ള ശതമാനം കാണാൻ വേണ്ടി 100 ൽ 82 മൈനസ് ചെയ്താൽ ബാക്കി ഇനി എത്രയുണ്ട്? 18%. ഈ 18% അതർ കമ്മ്യൂണിറ്റീസ് വരിക. അപ്പം അതിൻ്റെ നമ്പർ എങ്ങനെ കണ്ടെത്തും? 850ൻ്റെ 18% നമുക്ക് കാണേണ്ടത്. 0 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ നമ്മൾ 2 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 5 × 2 10, 9 × 2 18 വന്നു. ഇനി 17 × 5 ആണ് 85. 17 × 9 എത്ര വരും? 9 × 7 63 വന്നു. 6 ഉണ്ട് റിമൈൻഡർ. 9 × 1 9, 9 + 6 15 വന്നു. 153. അപ്പോൾ ഇവിടുത്തെ 153 പേരാണ് അതർ കമ്മ്യൂണിറ്റീസ് പെട്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 8th question. A shopkeeper marks his goods 25% higher than the cost price and allows a discount of 5%. The percentage of his profit is option A 12.75, option B 14.75, option C 15.75, option D 18.75. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഷോപ്പ് കീപ്പർ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾക്ക് 25% കോസ്റ്റ് പ്രൈസിനേക്കാളും വില കൂട്ടി വെച്ചതിന് മാർക്ക് ചെയ്തതിന് ശേഷം ഡിസ്കൗണ്ട് 5% കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുവാണ്. ഒരു സാധനത്തിൻ്റെ വില 100, അതായത് 100%. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 25% ഹയർ, അതായത് 25% കൂട്ടി വെച്ചെന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ
ഇവിടെ എത്രയായി 100ൻ്റെ കൂടി 25% എന്ന് പറഞ്ഞാൽ 100ൻ്റെ 25% 25 രൂപയാണ്, പ്ലസ് 25 വരും. അത് വരുമ്പോഴത്തേക്ക് 125 125 എന്ന് പറയുമ്പോൾ 125%. ഇനി ഇവിടെ പറയുന്നത് ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ഡിസ്കൗണ്ട് 5%. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ -5% ആണ്. 125ൻ്റെ 5% എത്രയാണ്? 125ൻ്റെ 10%, സോറി 125 എന്ന് പറഞ്ഞാൽ 100%, അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5 ആണ്. അപ്പോൾ 10% 12.5 ആണെങ്കിൽ 5% കാണാൻ ഇതിൻ്റെ പകുതി പോരെ. 12ൻ്റെ പകുതി 6 ആണ്, 5ൻ്റെ പകുതി 25.25 എന്ന് വരും. അപ്പോൾ 6.25 എന്നുള്ളതാണ് ഇതിൻ്റെ ഈ 125ൻ്റെ 5%. അല്ലെങ്കിൽ എന്താണ് 125 ഇൻറ്റു 5/100 വെച്ച് ചെയ്താലും മതി. ഓക്കെ, 6.25 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 125ൽ നിന്ന് ഇവിടെ കിട്ടി 6.25 ആണ്, അത് മൈനസ് ചെയ്യണം. 6.25 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 75 വരും. 125ൻ്റെ ഇവിടെ ഒന്ന് കടമെടുത്താണ് നമ്മൾ ചെയ്തത്. 14 6 മൈനസ് ചെയ്യുമ്പം 8 വരും. ബാക്കി ഇനി ഇവിടെ 11 ആണത്. അപ്പം 118.75 എന്ന് വന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിൻ്റെ എമൗണ്ട്, ഈ ഒരു 100 രൂപയുടെ സാധനത്തിൻ്റെ വില എത്രയാണ്? 118.75 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 18.75 ആണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 100ൽ നിന്ന് ഇതിലേക്കുള്ള വ്യത്യാസം, അതായത് ഇതിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ 18.75 ആണ്. അതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.